ഇന്റർവ്യൂവിന് 10-12 പേരുണ്ട്. എനിക്ക് ആ പേടിയാവുന്നു. GM-നോട് എന്നെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മോഹൻ ഡബിളമ്മയാണെന്ന് പ്രത്യേകം. അയ്യോ, അവിടെയാണ് കുഴപ്പം. ഈ കൂട്ടത്തിൽ മോഹന് പേരുള്ള മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവില്ലേ? അയ്യോ, അത് ശരിയാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ വക കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. GM-നെ ഒരു പ്രാവശ്യം കൂടി മാഡം കണ്ടിട്ട് നീല ഷർട്ടിട്ട മോഹന് പ്രത്യേകം പറയണം. ശരി, പറഞ്ഞേക്കാം. ഓക്കെ. അയ്യോ, നോക്ക്. അയ്യോ, എന്താ? നീല ഷർട്ടിട്ട് ശവം അവിടെ ഇരിക്കുന്നു. അയ്യോ, അപ്പൊ ആകെ കൺഫ്യൂഷൻ ആവുമല്ലോ. നീല ഷർട്ടിട്ട മോഹൻ, ഡബിൾ എം എ, ചന്ദനക്കുറി, നടുക്ക കുങ്കുമപ്പൊട്ട്. ശരിയാ, മറന്നുപോരുത്. ചന്ദനക്കുറിയിൽ കുങ്കുമപ്പൊട്ട്, നീല ഷർട്ട്, മോഹൻ, ഡബിൾ എം എ. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു ഗോഡ്. റെക്കമെൻഡേഷൻ അതൊരിക്കലും നടക്കില്ല സർ. 10-ഓ 15-ഓ പാർട്ടി ഫണ്ടിലേക്ക് ഡൊനേഷൻ ചോദിക്കുക, ഞാൻ തരാം. അപ്പോയിന്റ്മെന്റ് സ്ട്രിക്ട്ലി ഓൺ മെറിറ്റ് ബേസിസ്. അത് കമ്പനിയുടെ പോളിസിയാണ്. ഒരു കാരണവശാലും അതിന് മാറ്റം വരില്ല. സോറി സർ. റാസ്കൽസ്, നേരം വെളുത്താ തുറക്കും. റെക്കമെൻഡേഷൻ. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗോ? താനൊരു ദിവസം എത്ര ഗുഡ് മോർണിംഗ് പറയും? ഒരു പ്രാവശ്യം സർ. ഇന്നൊന്നുകൂടെ വെറുതെ ഒരു ഗുഡ് മോർണിംഗ്. ഗെറ്റ് ഔട്ട്. താങ്ക് യു സർ. സോറി സർ. ഇല്ല ഓ അല്ലേ പറഞ്ഞത്. എന്തായി? എല്ലാം പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്നെ കുറിച്ച് മതിപ്പുണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ്ഡ് ഫെലോ. മോഹൻ, ഡബിൾ എം എ, നീല ഷർട്ട്, ചന്ദനക്കുറി, കുങ്കുമപ്പൊട്ട്. പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യവും എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മാഡം മോഹൻ തന്നെയല്ലേ പറഞ്ഞത്? മാറ്റി പറഞ്ഞില്ല. ടൈയുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡബിൾ എം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നമസ്കാരം സാർ, എന്റെ പേര് മോഹൻ. MA എക്കണോമിക്സ്, MA ഇംഗ്ലീഷ്. പേരും ക്വാളിഫിക്കേഷനും ഒക്കെ ഇതിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ വായിച്ചോളാം. എന്താ ചൂടെടുക്കുന്നുണ്ടോ? ചെറുതായിട്ട്. നീലയോ? അല്ല, നീല ഷർട്ട് ഉണ്ടായിരിക്കണം. നീല ഷർട്ട് ചൂട് കൂടുന്നാ പറയാറ്. യു ആർ റോങ്. കറുത്ത ഷർട്ടിട്ടാലാണ് ചൂട് കൂടുക. ബിക്കോസ് ഇറ്റ് റേഡിയേറ്റ്സ് ഹീറ്റ്. സോറി സാർ. നിങ്ങളെ ഈ ജോലിക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം? ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ വയറ്റിപ്പിഴപ്പാണ് സാർ. അല്ലാതെ ഈ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള താല്പര്യമോ ഇതിന്റെ പുരോഗതിയിൽ പങ്കുചേരാനുള്ള ആഗ്രഹമല്ല അല്ലേ? അയ്യോ, അങ്ങനെയൊക്കെയാണെങ്കിലും മനസാക്ഷിയോട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം വയറ്റിപ്പിഴപ്പ് തന്നെയാണ് സാർ. അതിരിക്കട്ടെ, ഈ കമ്പനി 4-5 ഫാക്ടറി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തുടങ്ങി എക്സിക്യൂട്ട് ചെയ്യാനുള്ള മുഴുവൻ ചുമതലയും പൂർണ്ണമായും നിങ്ങൾക്ക് സാർ ആണെന്ന് കരുതുക. ഓ, ഫാക്ടറികളുടെ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിക്കാർ ഒരു വൻതുക നിങ്ങൾക്ക് കമ്മീഷനായി തരാൻ തയ്യാറാണ്. തന്നാൽ നിങ്ങളത് വേണ്ടെന്ന് പറയുമോ അതോ വാങ്ങി ശാപ്പിടുമോ? തന്നാൽ തീർച്ചയായിട്ടും വേണ്ടെന്ന് പറയില്ല സാർ. പിന്നെ വാങ്ങിക്കുമോ? അതുമില്ല സാർ. പിന്നെ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കാശ് കൊണ്ട് ഞാൻ അവരുടെ 6ാമതൊരു ഫാക്ടറി കൂടി കെട്ടിത്തരാൻ പറയും സാർ. അപ്പൊ പിന്നെ കമ്പനിക്കും മറ്റൊരു ഫാക്ടറിയുമാവും, എന്നെ പോലെ കുറെ പേർക്ക് ജോലിയുമാവും സാർ. മോഹൻ ദൈവവിശ്വാസനല്ലേ? തീർച്ചയായും സാർ. ഞാൻ പതിവായിട്ട് 3 നേരം അമ്പലത്തിൽ പോകാറുണ്ട്. അതാണ് ഈ ചന്ദനക്കുറി മോളിലുള്ള കുങ്കുമപ്പൊട്ട് പൊട്ട് ദേവി അമ്മേ മഹാമായേ. മോൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചോ. സാറും കഴിക്കാം. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇതൊന്നും കഴിക്കരുതെന്ന്? നമസ്കാരം. ഇതെന്താ മോഹൻ ആവശ്യമില്ലാതെ? പിന്നെ മാഡം എതിർപ്പൊന്നും പറയരുത്, തിരിച്ചു കൊണ്ടുവരും പറയരുത്. ജോലി കിട്ടിയെന്ന് എന്റെ ഒരു സന്തോഷമായിട്ട് കരുതിയാൽ മതി. ജോലി കിട്ടിയെന്നോ? അതെ, മാഡത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാഡത്തിന്റെ കമ്പനി തന്നെ എനിക്ക് നല്ലൊരു ജോലി കിട്ടി സാർ. ഇയാൾ എന്തൊക്കെയായി പറയണേ? നിന്റെ കാരണം കൊണ്ട് ഇയാൾക്ക് ജോലി കിട്ടിയെന്നു? അന്നൊരിക്കൽ ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ, ഇതിനൊക്കെ എന്ത് നന്ദി പറയാനിരിക്കുന്നു മിസ്റ്റർ മോഹൻ. മറ്റാരും ചെയ്യുന്നത് ഞാനും ചെയ്തുള്ളൂ. പിന്നെ മോഹന്റെ കഴിവും യോഗ്യതയും കൂടി ആയപ്പോ ഞാനൊരു കാരണമായെന്ന് മാത്രം. എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ ഈ സൗഭാഗ്യത്തിന് എല്ലാം കാരണം മാഡം ആണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സാർ.
അവൾ എന്റെ മോളാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഒരു മിനിറ്റ്. ഇന്റർവ്യൂവിന് ചെന്നപ്പോ സത്യത്തിൽ ഞാൻ ആകെ വരണ്ടു പോയി. പേരും ഡബിൾ എമ്മയും നീല ഷർട്ടിന്റെ കാര്യം ഒക്കെ പറഞ്ഞിട്ട് അങ്ങേരെ അറിഞ്ഞ മട്ട് കാണിക്കുന്നില്ല. അവസാനം അങ്ങേര് എന്റെ നെറ്റിയിലേക്ക് നോക്കിയിട്ട് ഒറ്റ ചോദ്യ, മോഹൻ ഈശ്വര വിശ്വാസി അല്ലേന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി മാഡം പറഞ്ഞ ചന്ദനക്കുറിയും കുങ്കുമ പൊട്ടി ഏറ്റു കഴിഞ്ഞു. ഉവ്വ്, ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ചന്ദനപ്പൊട്ടിന്റെ കാര്യം. ഞാൻ നാളെ കാലത്ത് ജോയിൻ ചെയ്യും. മാഡത്തിന്റെ അനുഗ്രഹം. തീർച്ചയായും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഇയാൾ എന്തൊക്കെയായി കിടന്ന് പറയണത്? ചന്ദനക്കുറി, കുങ്കുമപ്പൊട്ട്, നീലക്കുപ്പായം, ഇയാൾക്ക് എന്താ വട്ടോ? താമസിയാതെ വട്ടുപിടിക്കുന്ന തോന്നണേ. ഗുരുവായൂരപ്പ നാരായണ കൃഷ്ണ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറിന് ദൈവാധീനം ധാരാളം ഉണ്ട്. അന്ന് സാധാരണ ഓഫീസ് അസിസ്റ്റന്റ് ജോലിക്ക് വന്ന സാറ് ഇന്ന് അസിസ്റ്റന്റ് മാനേജറുടെ സീറ്റിൽ ഇരിക്കുന്നില്ലേ? അതിനൊക്കെ കാരണം നമ്മുടെ ഓഫീസിലെ യമുനയാണ് അശോക. യമുന ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ, സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനും നീ സീറ്റിലിരിക്കില്ലായിരുന്നു. സാറെന്താ പറഞ്ഞത്? റെക്കമെൻഡേഷനോ? റെക്കമെൻഡേഷൻ എന്നുള്ള വാക്ക് ഈ ഓഫീസിൽ പറഞ്ഞു പോകരുത്. അതെന്താ? അയ്യോ, അങ്ങനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വാക്കാണത്. അത് പോട്ടെ, സാറിനോട് ആര് റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞത്? യമുന, നമ്മുടെ ഓഫീസിലെ യമുന. 2-3 ആഴ്ച മുമ്പ് ഇവിടെ ജോലി ചെയ്യാറുന്ന യമുന പറഞ്ഞിട്ട് സാറിന് ജോലി കിട്ടുന്നോ? കൊള്ളാം, നല്ല തമാശ. യമുന ഇവിടെ ജോലിക്ക് വന്നിട്ട് 2-3 ആഴ്ചയാവുന്നു. പിന്നല്ലാതെ, അന്നൊരിക്കൽ സാർ ഇവിടെ ഇന്റർവ്യൂവിന് വന്നില്ലേ? അന്നാ അവര് ഇന്റർവ്യൂവിന് വന്നത്. അന്ന് നിങ്ങൾ എല്ലാരും പോയപ്പോ ആ ജോലി ആ പൊങ്കൊച്ചിനിട്ട്. അവളുടെ നല്ല സമയം, അല്ലാതെന്താ? മാഡം ഇവിടെ ഏത് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞത്? ഞാൻ ഇവിടുത്തെ അക്കൗണ്ട് സെക്ഷനിലാ. എന്താ സാറേ? വിളിക്കണോ? അവളെ വിളിക്കണോ? വിളിക്കണോ? മേ ഐ കം ഇൻ? യെസ്. നമസ്കാരം. ഇരിക്കൂ. താങ്ക് യു. ഇരിക്കൂ മോഹൻ. വേണ്ട, ഞാൻ നിന്നോളാം. ഇരിക്കൂ മോഹൻ. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ് മാഡം. ഇനിയെങ്കിലും മാഡം വിളി ഒന്ന് നിർത്തിക്കൂടെ? കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടാണല്ലോ മോഹൻ ഈ ജോലി കിട്ടിയത്. പക്ഷേ ഇപ്പൊ നിങ്ങൾ എന്റെ ഓഫീസറായി പോയില്ലേ? അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ എനിക്ക് മാഡത്തിന് പഴയ ബഹുമാനത്തോടു കൂടിയേ കാണാൻ പറ്റൂ. മാഡം എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങളൊന്നും ഞാൻ ജീവിതത്തിൽ മറക്കില്ല. തുടങ്ങിയോ വീണ്ടും നന്ദി പ്രകടനം? അതൊക്കെ കഴിഞ്ഞതല്ലേ മോഹൻ? ഏയ്, കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. എഴുന്നേക്കാനാ പറഞ്ഞത്. എന്താ മിസ്റ്റർ മോഹൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ വിളിച്ചത്? മിസ്റ്റർ മോഹനോ? സാറിന് വിളിക്കടി. വിളിക്കടി സാറിന്. ഒന്നുകൂടെ വിളിക്കടി. ഞാൻ ആഫ്റ്റർ ഓൾ ഒരു പീറ പെണ്ണ്. എന്ത് ധൈര്യം ഉണ്ടായിരുന്നു നിനക്ക് എന്നെ ഇത്രയും കാലമായിട്ട് കുരങ്ങളിപ്പിക്കാൻ? അന്ന് നീ എന്താ പറഞ്ഞത്? മിസ്റ്റർ മോഹൻ, ഇക്കാലത്ത് കഴിവും യോഗ്യതയുള്ളവർക്കൊന്നും കാലമില്ല. ഏതോ MLA ആളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ആരുടെ MLA ആള്? നീ ഇപ്പൊ പറഞ്ഞോണം. എനിക്കൊന്നും അറിഞ്ഞൂടെ? ഞാനൊരു ആനമണ്ടൻ. നിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് ഞാൻ എന്തെല്ലാം ചെയ്തു. വാഴക്കൊല, തേങ്ങ, മാങ്ങ, ഗോതമ്പ് എല്ലാം ചുവന്നെന്റെ നടുവൊടിഞ്ഞു. ആ പറട്ട കിളവിടെ വാക്ക് കേട്ട് കണ്ട തെണ്ടികളുടെ എന്നല്ല ഞാൻ അടികൊണ്ടില്ലടി. അറിയരുത്, അറിയരുത്. എന്റെ മുത്തച്ഛന്റെയും അച്ഛന്റെയും ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരുന്ന സൈക്കിൾ ഞാൻ വിറ്റു. പിന്നെ ഞാൻ എന്തെല്ലാം ചെയ്തു? ഞാൻ പറഞ്ഞിട്ടല്ലേ? നീ പറഞ്ഞിട്ടില്ലേ? നിന്നെ ഞാൻ ഹാഷ്ടാഗ് അടിച്ച് കൊല്ലു ഞാൻ. അയ്യോ, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. നീ കാരണം എനിക്ക് എത്ര രൂപ ചെലവായിട്ടുണ്ടെന്നറിയാമോ? അതൊക്കെ എനിക്ക് ഇപ്പൊ കിട്ടണം. എടുക്ക്, കാശെടുക്ക്. ഇപ്പൊ എന്റെ കാശില്ല. കരയരുത്, കരയരുത്. ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ഇതില് വാ, ഇവിടെ വാ. കാശ് താ, 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 താ. താത്താന്ന് പറഞ്ഞാ ഞാൻ എങ്ങനെ തരാനാ? എന്റെ കയ്യിൽ നിന്ന് ചെലവായത് മുഴുവൻ എനിക്ക് ഇപ്പൊ ഈ സ്പോട്ടിൽ വെച്ച് കിട്ടണം. മനസ്സിലായോ? ഇപ്പൊ തരണോന്ന് പറഞ്ഞാ എങ്ങനെയാ? ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിക്കൊള്ളാം. എങ്ങനെ? എങ്ങനെയെങ്കിലും. എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ?